ശബരിമലയിൽ ശരിക്കും കൊടിമരത്തിന് വിധിയില്ലാത്ത ക്ഷേത്രമാണ്. ഒന്ന് കാവ് സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ശബരിമലയിൽ കൊടിമരം പാടില്ല. എന്താണ് ദേവപ്രശ്നം, എന്തിനാണ് ദേവപ്രശ്നം നടത്തുന്നത്? ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഏറ്റവും അവസാനം നടന്ന പ്രശ്നം വെക്കാനുള്ള കാര്യം അവിടെ അഹിതം കണ്ടു. ഈ കൊടിയേറ്റിന് ശേഷം നടത്തിയ ഉത്സവത്തിൽ ആന വരണ്ടോടി. ഭക്തജനങ്ങൾക്ക് വലിയ ഞെട്ടിക്കുന്നൊരു കാഴ്ച, ഒരു വാർത്തയാണ്. അതിൻ്റെ ഒരു പേജിൻ്റെ കോപ്പി മാത്രമാണ് മുൻനിര മാധ്യമങ്ങളൊക്കെ ലഭിച്ചതും പുറത്തുവിട്ടതും. എന്നാൽ നമുക്ക് അതിൻ്റെ മുഴുവൻ കോപ്പിയും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചെമ്പ് പറയും, സ്വർണ്ണ പൂശിയ ചെമ്പ് പറകളൊക്കെ എന്താ ചെയ്തത്? അന്നത്തെ രീതി അനുസരിച്ച് ഈ പിന്നെ ഇതെല്ലാം പറകളൊക്കെ നീക്കം ചെയ്തിട്ട് മഹസർ എഴുതി അവിടെ നിന്നത് മാറ്റിയിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ ആന ഇടഞ്ഞതിന് ശേഷം നടത്തിയ ദേവപ്രശ്നത്തിന്റെ വിധിയാണ് നമ്മുടെ കയ്യിലുള്ള പേപ്പറുകളിൽ ഒന്ന്. എന്താണ് അതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക്? ദേവപ്രശ്ന വിധികളിൽ എല്ലാം നമുക്ക് അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നത് ചില ലോപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിൽ ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം ഈ പറയപ്പെടുന്ന 1971 കൊടിമര നിർമ്മാണമാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. നാട് മുഴുവൻ ഇന്ന് ചർച്ചാ വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണ്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് ശബരിമലയിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഇത്തരത്തിൽ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മാനനഷ്ടം, കാരാഗ്രഹവാസം ഒക്കെ ദേവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നു. ഇത് വലിയ ഞെട്ടലോടുകൂടിയാണ് ആ ദേവപ്രശ്നത്തിൻ്റെ ചാർത്തിൻ്റെ കോപ്പികൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ വളരെ ഞെട്ടലോടുകൂടിയാണ് ഭക്തജനങ്ങൾ അതിനെ കണ്ടത്. ഈ ദേവപ്രശ്ന ചാർത്തിൻ്റെ മുഴുവൻ പതിപ്പും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, ദേവപ്രശ്നത്തെക്കുറിച്ച് അകാല ജ്ഞാനമുള്ള ആളുകൾ ആവശ്യമുണ്ട് എന്ന യാത്ര, ആ ചിന്തയാണ് ഞങ്ങളെ ഇന്ന് ഈ അതിഥിക്ക് മുന്നിൽ എത്തിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സജീവ് ശാസ്താരം, പ്രശസ്ത ജ്യോതിശാസ്ത്ര വിദഗ്ധനാണ്. ചേട്ടാ നമസ്കാരം. 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 ചേട്ടാ, ഈ ദേവപ്രശ്നം ഒരു ഭക്തജനങ്ങൾക്ക് വലിയ ഞെട്ടിക്കുന്നൊരു കാഴ്ച, ഒരു വാർത്തയാണ്. അതിൻ്റെ ഒരു പേജിൻ്റെ കോപ്പി മാത്രമാണ് മുൻനിര മാധ്യമങ്ങളൊക്കെ ലഭിച്ചതും പുറത്തുവിട്ടതും. എന്നാൽ നമുക്ക് അതിൻ്റെ മുഴുവൻ കോപ്പിയും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വരും ദിവസങ്ങളിൽ അതിൻ്റെ പിന്നാലെയുള്ള വിവരങ്ങൾ അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും. എങ്കിലും ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കും. ചില മുൻനിര മാധ്യമങ്ങൾക്ക് ചില പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ട് ഈ ദേവപ്രശ്നത്തെയൊക്കെ വില കുറച്ച് കാണുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അവരുദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് മറ്റാളുകളിലേക്ക് മാറിപ്പോകണം എന്ന തരത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത്, എന്താണ് ദേവപ്രശ്നം, എന്തിനാണ് ദേവപ്രശ്നം നടത്തുന്നത്? അതായത് ഈ ദേവപ്രശ്നം എന്ന് പറയുന്നത് തന്നെ ഒരു ദേവാലയം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് വേണം നമുക്ക് തുടങ്ങാൻ. ഈ ദേവാലയം സ്ഥാപിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാചാര്യൻ, ആ ഒരു കരയുടെ ഒരു അധികാരി, ഒരു ഉടമസ്ഥൻ, ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ദൈവജ്ഞൻ, ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് പഠിച്ച ഒരാളാണ്. ജ്യോതിഷം നോക്കുന്ന ആൾക്കാരെ സാധാരണ ദൈവജ്ഞൻ എന്നാണ് പറയുന്നത്. ദേവൻ്റെ ഹിതം അറിയാൻ പ്രാപ്തനായിട്ടുള്ളവൻ. എല്ലാ കാര്യങ്ങൾക്കും ഉള്ളതുപോലെ ഈ ദേവഹിതങ്ങളെ സംബന്ധമായിട്ടുള്ള ഒരു ആധികാരിക നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിലെ പ്രാമാണികമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് പ്രശ്നമാർഗം എന്ന് പറയുന്നത്. കൈക്കുളങ്ങര എന്ന് പറയുന്ന അദ്ദേഹം നമ്മൾ വ്യാഖ്യാനിച്ച ഒരു 13ാം നൂറ്റാണ്ടിൽ വിരചിതമായ ഒരു പുസ്തകമാണ് ഈ പ്രശ്നമാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 24ാം അധ്യായത്തിലാണ് ഈ ദേവപ്രശ്നത്തിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം എന്തിനാണ് ഈ ദേവപ്രശ്നം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ക്ഷേത്രത്തിലെ നിത്യനിദാന ചടങ്ങുകൾ തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ഷേത്രം ഒരാൾ വന്ന് സ്ഥാപിച്ചു, സ്ഥാപതി വന്നു, ക്ഷേത്രം തുടങ്ങി. നമ്മൾ ആ ഒരു കൺസെപ്റ്റിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ചൈതന്യ കേന്ദ്രം, ഒരു ഗ്രാമത്തിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ചൈതന്യ കേന്ദ്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ നിത്യനിദാന പൂജകൾ പടിത്തരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അത് നിത്യപൂജകളുണ്ട്, വാർഷിക പൂജകളുണ്ട്, വിശേഷാൽ പൂജകളുണ്ട്. ഇതെല്ലാം ക്ഷേത്രം സ്ഥാപിക്കുന്ന കാലത്ത് തന്ത്രിയും കരക്കാരും ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് അത് ദേവനഹിതമാണോ എന്ന് ദൈവജ്ഞനെ കൊണ്ട് നോക്കിയിട്ടത് ചിട്ടപ്പെടുത്തും. അപ്പം സാധാരണ ഈ ദേവൻ്റെ ചൈതന്യം കുടികൊള്ളുന്നത്, ഏറ്റവും അധികം ദേവനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നയാളെന്ന് പറയുന്നാൽ മേൽശാന്തി അല്ലെങ്കിൽ ശാന്തിക്കാരനിലാണ്. നിത്യപൂജ, ഈ ദേവൻ്റെ എല്ലാ കാര്യങ്ങളും, ഒരു ദേവാലയത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിബന്ധിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രപരമായിട്ട് ദേവഗുരുവായ ബൃഹസ്പതിയുടെ സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം നമ്മുടെ സാധാരണ വർഷങ്ങൾ, ഇപ്പം 365 ദിവസം ഒരു വർഷം എന്ന് പറയുന്നത് പോലെ ബാഹസ്പത്യ വർഷം, അതായത് വ്യാഴം 12 രാശികളിലും സഞ്ചരിച്ച് പൂർത്തിയാക്കുന്ന ഒരു കാലമുണ്ട്.
അത് 11 വർഷം 10 മാസം 10 ദിവസമാണ്. അതിന് ഒരു വ്യാഴവട്ടക്കാലം എന്നാണ് പറയുന്നത്. ചരാചരങ്ങളിലെല്ലാത്തിലും തന്നെ ഈ ഒരു വ്യാഴവട്ടക്കാലം പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പം എന്തിനാണ് ഈ ദേവപ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവനുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്നയാൾ, ഇപ്പോൾ ഒരു KSRTC ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഉദാഹരണം പറഞ്ഞാണ്, ആ ഡ്രൈവറുടെ കയ്യിലാണ് ബാക്കിയുള്ള 50 60 യാത്രക്കാരുടെ ജീവൻ കുടികൊള്ളുന്നത്. ഈ ഡ്രൈവർക്ക് ഒരു നിമിഷത്തെ അശ്രദ്ധ മൂലം ഇവരെല്ലാവരും വേണേൽ അപകടത്തിൽ പോയി ചാടാം എന്ന് പറയുന്നത് പോലെ, ഒരു ട്രാൻസ്ഫോമർ എനർജി കുടികൊള്ളുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ദേവചൈതന്യത്തിനെ പരിപോഷിപ്പിക്കുക എന്നുള്ള ജോലിയാണ് ശാന്തിക്കാരൻ. ശാന്തിക്കാരനും മനുഷ്യനാണ്. അയാൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് സുഖമില്ലാത്ത അവസ്ഥ കാണും, അയാളുടെ വീട്ടിൽ ആർക്കെങ്കിലും അസുഖം കാണും. ഇതെല്ലാമായിട്ടാണ് ഇദ്ദേഹം ഈ പൂജ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അദ്ദേഹത്തിന് കടുത്ത തലവേദന വന്നു. അന്നിപ്പം നമുക്ക് കൃത്യമായിട്ട് പൂജിക്കാൻ പറ്റിയില്ല. പകരം മുട്ടുശാന്തി എന്നാണ് പറയുന്നത്. പകരം വരുന്ന ആൾക്കാരും ഒരു മുട്ടുശാന്തിയെ കിട്ടിയില്ല. ഈ പുള്ളി ഈ തലവേദനയോട് കൂടി എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കഴിഞ്ഞു പോയാൽ മതി. ദേവനോടുള്ള ചിന്തയല്ല, ആ മനുഷ്യനോടുള്ള സ്വന്തം ആ 10:30 മണി ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുക എന്നുള്ള ചിന്ത. എന്നാൽ ആ ദിവസം ചൈതന്യ ലോപം വന്നു. ദേവന് പറഞ്ഞിരിക്കുന്ന പോലുള്ള മന്ത്രങ്ങളോ ദേവന് പറഞ്ഞ നിവേദ്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ ആചാരലോപം അവിടെ വന്നു. ഇനി ഇതേപോലെ തന്നെ ഇപ്പം ഞാൻ ജ്യോതിഷം നോക്കുന്ന ഒരാളാണ്. ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ കാണുന്നത് വന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൾക്കാരെയാണ്. അവരുടെ വേദനകളും കഥനകഥകളും കേട്ട് എൻ്റെ മനസ്സും അടുക്കും. അപ്പോൾ ഞാൻ എന്തെടുക്കും, ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് പോയി ചുമ്മാ വല്ല വയലിൻ്റെ തീരത്തിരിക്കുകയോ ആറ്റ് തീരത്തിരിക്കുകയോ ഒക്കെ ചെയ്യും. പക്ഷേ ദേവൻ്റെ ചൈതന്യത്തിന് ഒരിടത്ത് സ്ഥാപിച്ചിരിക്കുക. നമ്മളിപ്പം അഷ്ടബന്ധം വിട്ട് അരക്കിട്ടുറപ്പിച്ച് വെച്ചിരിക്കുന്ന അവിടെ പലതരം ആൾക്കാർ വന്നിട്ട്, അമ്പലത്തിൽ നമുക്കറിയാം 99% ആൾക്കാർ അവരുടെ വിഷമതകൾ പറയാനാണ് പോകുന്നത്. ദേവനും ഭക്തനും പൂജാരിയും ഇവരെല്ലാം കൂടെ ചേരുന്നൊരു സംവിധാനം അത്. എല്ലാ ആൾക്കാരും വന്ന് ഇങ്ങനെ കരഞ്ഞ് അവരുടെ നെഗറ്റീവ് എനർജി അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ചൈതന്യലോപം വരാം. പിന്നെ ദേവചൈതന്യം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നിവേദ്യങ്ങൾ. നിവേദ്യങ്ങൾ ഉണ്ടാകുന്ന അപാകതകൾ ഇപ്പം നമുക്കറിയാമല്ലോ, കിട്ടുന്ന വസ്തുക്കൾക്കെല്ലാം മാലിന്യങ്ങൾ കാണും. ശരിയായിട്ടുള്ള വസ്തുക്കളൊന്നും ആയിരിക്കത്തില്ല. അതുവഴി മാലിന്യം വരാം. പിന്നെ ക്ഷുദ്രജീവികൾ ക്ഷേത്രത്തിനകത്ത് കയറുക. ചിലപ്പം ചില ശ്രീകോവിലൊക്കെ എലിയെ ചവിട്ടിക്കൊല്ലുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാരും മിണ്ടത്തില്ല, ശാന്തിക്കാരൻ മിണ്ടത്തില്ല. പിന്നെ ഈ പേടിച്ചിട്ട് മിണ്ടത്തില്ല. പിന്നെ ദേവപ്രശ്നം വെക്കുമ്പോഴൊക്കെയാണ് അത് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ വരാം. വിഗ്രഹങ്ങൾക്ക് ദാരു കൊണ്ടുള്ള വിഗ്രഹമുണ്ട്, ശില കൊണ്ടുള്ള വിഗ്രഹമുണ്ട്, ലോഹ വിഗ്രഹമുണ്ട്. ഇതിനൊക്കെ ക്ഷതം സംഭവിക്കാം. ഉറപ്പിച്ചിരിക്കുന്ന അഷ്ടബന്ധത്തിന് വ്യത്യാസം ഉണ്ടാകാം. നിവേദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ലോപങ്ങളുണ്ടാകാം. ഇതെല്ലാം ദേവചൈതന്യത്തിന്, ആ കുടികൊള്ളുന്ന ചൈതന്യത്തിൻ്റെ എനർജിക്ക് കുറവ് വരുത്തുന്ന കാര്യങ്ങളാണ്. ഒന്ന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രം. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മന്ത്രം എന്ന് പറയുന്നത്. അത് ഇത്ര ആവർത്തി, ഇത്ര ലക്ഷം തവണ ശാന്തിക്കാരൻ, ഏത് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനും സന്യാസ ജീവിതം നയിക്കണം എന്നാണ് നിർബന്ധം. വേറൊരു ഇൻട്രാക്ഷനും പാടില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത് പറ്റത്തില്ല. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെ 2000 ഇഷ്ടം അമ്പലങ്ങളുണ്ടെന്ന് പറയുന്നത്. എല്ലാവർക്കും സന്യാസ ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ ക്ഷതം മൂലം, ഈ മന്ത്രത്തിൻ്റെ ലോപം മൂലം ഈ ക്ഷതം സംഭവിക്കാം. പല ക്ഷേത്രങ്ങളിലും പെട്ടെന്നൊരു ശാന്തിക്കാരനെ കൊണ്ടുവന്നാൽ തന്ത്രിയൊന്നും അവിടെ വരത്തില്ല. മൂലമന്ത്രം എന്താണെന്ന് പോലും അറിയാൻ മേലാതെ ആയിരിക്കും ആ പൂജ നടത്തുന്നത്. ഒരാളെ പെട്ടെന്ന് കൊണ്ടുവന്നു. ഇപ്പം ശ്രീകൃഷ്ണ ക്ഷേത്രം തന്നെ വിവിധ തരത്തിലുള്ള ഭാവത്തിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. ദേവി തന്നെ വിവിധ ഭാവത്തിലുള്ള ദേവികന്മാരുണ്ട്. ഇവർക്കെല്ലാവർക്കും തന്ത്രിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇന്ന ക്ഷേത്രത്തിലെ മൂലമന്ത്രം ഇതാണ്, അതിൻ്റെ ധ്യാനം ഇന്നതാണ്, അതിൻ്റെ ഭാവം ഇന്നതാണ്. ശാസ്താവ് തന്നെ 18 തരത്തിലുള്ള വിവിധ ശാസ്താക്കളുണ്ട്. ശാസ്താവിൻ്റെ ഭാവങ്ങളുണ്ട്. ഇന്ന ശാസ്താവിന് ഇന്ന മന്ത്രം കൊണ്ട് പൂജ കഴിക്കണമെന്നുണ്ട്. ശബരിമലയിലെ മന്ത്രമായിരിക്കത്തില്ല മറ്റൊരു ക്ഷേത്രത്തിൽ. ഈ മന്ത്രം അറിയാതെ പൂജിക്കും. മന്ത്രലോപം വരാം. ഇതുമൂലം ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കുറഞ്ഞ് പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ വരാം. അവിടെ ചിലപ്പം തീപിടുത്തം ഉണ്ടാകാം, ഉത്സവത്തിന് ആനയിടയാം, കറണ്ട് അടിച്ച ആൾക്കാർ മരിക്കും. അങ്ങനെ അപ്പോൾ ശരിക്കും ഒന്നും സംഭവിച്ചില്ല എങ്കിൽ പോലും ഒരു വ്യാഴവട്ടക്കാലം, അതായത് മുമ്പ് പറഞ്ഞ 11 വർഷം 11 മാസം 10 ദിവസം കൊണ്ട് ഒരു വ്യാഴം അതിൻ്റെ സഞ്ചാരം 12 രാശികളിലും പൂർത്തിയാക്കുന്ന സമയത്തിനുള്ളിൽ ഒരു ദേവപ്രശ്നം അവിടെ നടത്തിയിരിക്കണമെന്ന് വിധിയുണ്ട്. അതാണ് നോർമൽ, എല്ലാ ക്ഷേത്രത്തിലും ചെയ്യണം. ഇനി അതല്ലാതെ അഹിതങ്ങൾ എന്തെങ്കിലും കണ്ടു, ഇപ്പോൾ ശബരിമലയിൽ തന്നെ ഏറ്റവും അവസാനം നടന്ന പ്രശ്നം വെക്കാനുള്ള കാര്യം, അവിടെ അഹിതം കണ്ടു. ഈ കൊടിയേറ്റിന് ശേഷം നടത്തിയ ഉത്സവത്തിൽ ആന വരണ്ടോടി. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഹിതം ഉണ്ടായി? ദേവൻ അഹിതമാണോ എന്നറിയാനായിട്ട് പുതിയ കൊടിമര നിർമ്മാണത്തിന് ശേഷം കൊടിമര നിർമ്മാണത്തിന് ശേഷം സാധാരണ അടുത്ത 2005 മുതൽ ശബരിമലയിൽ കൊടിയേറ്റ് ഉത്സവം നടക്കുന്നത് മീനമാസത്തിലെ ഉത്തരത്തിന് ആറാട്ട് വരുന്നത് പോലെയാണ് കൊടിയേറി ഉത്സവം നടത്തുന്നത്. പക്ഷേ ഒരു ക്ഷേത്രത്തിൽ ഒരു കൊടിമരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ കൊടിമരത്തിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട ഒരു കൊടിയേറ്റ് ഉത്സവമുണ്ട്. അത് 2017 ജൂണിലായിരുന്നു കൊടിയേറി ഉത്സവം നടന്നത്. ആ ഉത്സവത്തിൻ്റെ ആറാട്ടിന് പോകുന്ന സമയത്ത് ആന വരണ്ടോടി. അതിപ്പം ആൾക്കാർ ലേസർ അടിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആന വരണ്ടോടി തിടമ്പ് താഴെ വീണു. അങ്ങനെ ഒരു അഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ കാഷ്വാലിറ്റിയാണ്,
അതായത് നമ്മളിപ്പം നോർമലി ഉള്ളതല്ല. നോർമലി 12 വർഷത്തിലൊരിക്കലൊരു ചികിത്സയ്ക്ക് പോകുന്നു, പണ്ടത്തെ ആൾക്കാർ പോകുന്ന പോലെയല്ല. പെട്ടെന്ന് നമുക്കൊരു ക്ഷതം വന്നാൽ കാഷ്വാലിറ്റി ചികിത്സ എന്ന് പറയുന്ന പോലെ അടിയന്തരമായിട്ടൊരു ദൈവപ്രശ്നം വെച്ചു. അപ്പോൾ അതിൽ കണ്ട കാര്യങ്ങളാണ് ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് ഈ മനുഷ്യർക്കുള്ള പോലെ ജ്യോതിഷത്തിൽ ഓരോ രാശികൾക്കും ഓരോ ഭാവങ്ങളെ ഇങ്ങനെ നിർണ്ണയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എല്ലാ വർഷങ്ങളിലും ചില ഉത്സവത്തിന് മാത്രം വെക്കുന്ന കൊടിമരമാണെങ്കിൽ അത് 10ാമത്തെ രാശി കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. ഈ സ്ഥായിയായിട്ട് ഇതുപോലെ സ്ഥാപിച്ച കൊടിമരത്തിൻ്റെ ആണെങ്കിൽ 4ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. 4ാം ഭാവത്തിൽ ഈ ദൈവപ്രശ്നത്തിൽ ചന്ദ്രൻ്റെ രാശി സ്ഥിതിയോ മറ്റോ വന്നു. ക്ഷീണചന്ദ്രനായിരുന്നു, ബലം കുറഞ്ഞ ചന്ദ്രനായിരുന്നു. അതുകൊണ്ടാണ് അവർക്കതിന് പ്രശ്നമുണ്ടായി എന്ന് പറഞ്ഞത്. അപ്പം ഓരോ സ്ഥലത്തിനും കൊടിമരത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന് നമ്മൾ പറയുന്ന ഷഡാധാരങ്ങളുണ്ട്, 6 ആധാരങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിചക്രം, ആജ്ഞാചക്രം, സഹസ്രദലപത്മം എന്ന് പറയുന്നത് പോലെ ക്ഷേത്രത്തിൻ്റെ മൂലാധാരം കുടികൊള്ളുന്നതും, അതായത് നട്ടെല്ലാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം. എന്തെങ്കിലും ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, കൊടിമരത്തിന് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാകും. കൊടിമരത്തിൻ്റെ മുകളിലിരിക്കുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ദേവനാണ്, അതായത് അതിൻ്റെ പൂർണ്ണതയാണ്. അതായത് കൊടിയേറുക എന്ന് പറഞ്ഞാൽ ദേവൻ്റെ ചൈതന്യത്തിനെ ആവാഹിച്ച് മൂലാധാരത്തിൽ നിന്ന് സഹസ്രദലപത്മത്തിന് ഉയർത്തുന്നതാണ് വാഹനം. ഏതൊരു വാഹനമാണെങ്കിലും ഓരോ ദേവനും ഓരോ വാഹനം അവിടെ എത്തുന്നത്. അപ്പോൾ പുറത്തു നിന്ന് തൊഴുതാൽ മതി. ക്ഷേത്രത്തിൽ പോകുന്ന ആൾക്കാർ അകത്ത് കയറി തൊഴണമെന്നില്ല. കൊടിയേറ്റ് കഴിഞ്ഞാലല്ല, എപ്പോഴും. ഇപ്പം നമ്മൾ പോകുന്നു ശബരിമല, ഇപ്പം വേറൊരു ശിവൻ്റെ അമ്പലത്തിൽ പോകുന്നു, ഏറ്റുമാൻ്റെ അമ്പലത്തിൽ പോകുന്നു, അകത്ത് കയറാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും വാഹനത്തിനെ കണ്ട് തൊഴുതാൽ ദേവനെ തൊഴുന്നതിന് തുല്യമായിട്ട്. കാരണം അതാണ് അതിൻ്റെ മൂലാധാരത്തിൻ്റെ മുകളിലാണ് ഈ ധ്വജം വരുന്നത്, നട്ടെല്ലിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ കൊടിമരമുള്ള ക്ഷേത്രത്തിന് കൊടിമരത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. അതാണ് ആ കൊടിമരത്തിന് ക്ഷതം സംഭവിച്ചു എന്നുള്ള ദേവപ്രശ്നത്തിൽ അവർ കണ്ടപ്പോൾ പറഞ്ഞത്. ഈ നിർമ്മാണങ്ങൾക്ക് ശേഷമാണോ, കൊടിമര നിർമ്മാണത്തിന് മുമ്പാണോ ശേഷം? ഈ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കൊടിമര നിർമ്മാണത്തിന് മുമ്പ്. ഈ പ്രശ്നം വന്നത് ഇപ്പോഴാണ് വന്നത്. അതിന് മുമ്പ് ചെറിയൊരു പ്രശ്നം വന്നു, കൊടിമരം മാറ്റണമെന്നൊരു ദേവപ്രശ്നം വന്നായിരുന്നു. അത് വളരെ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് അത് പൂർണ്ണമായിട്ടും വ്യാഖ്യാനിച്ചതിലുള്ള പ്രശ്നം കൊണ്ടായിരുന്നു. ശബരിമലയിലെ കൊടിമരത്തിൻ്റെ മുൻപ് 1971 ആദ്യം കൊടിമരം സ്ഥാപിക്കുന്നത്. ഇനിയും എന്തുകൊണ്ട് കൊടിമരം ശബരിമല വന്നു എന്നുള്ളൊരു കാര്യം കൂടെയുണ്ട്. 1971 മുമ്പ് കൊടിമരം ഇല്ലായിരുന്നു, ശബരിമല കൊടിമരം ഇല്ലായിരുന്നു. അവിടെ ഒരു അഗ്നികുണ്ഡമായിരുന്നു. അതായത് 18ാം പടി കയറി ചെല്ലുമ്പം അവിടെ ഒരു കർപ്പൂരാഴിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് കൊടിമരം വന്നത്? 1967 അധികാരത്തിൽ വന്ന ദേവസ്വം ബോർഡ്, അതിൻ്റെ പ്രസിഡന്റ് പ്രാക്കുളം ഭാസിയായിരുന്നു. അപ്പോൾ ശബരിമല അന്നും ഇപ്പോഴും ഒരു മൈനർ ക്ഷേത്രം എന്നുള്ളൊരു കാറ്റഗറിയിലായിരുന്നു പെട്ടിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു അറിവിൻ്റെ പരിധി കൊണ്ടാണോ, അദ്ദേഹത്തിനത് വികസിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണോ ശബരിമലയെ ഒരു മേജർ ക്ഷേത്രമായിട്ട് ഉയർത്തുക എന്നുള്ള ഒരു സങ്കല്പം. അപ്പം അതിൽ കൊടിമരമുള്ള ക്ഷേത്രമാണ് മേജർ ക്ഷേത്രം എന്നുള്ളൊരു സങ്കല്പം തന്നെ വന്നു. ശബരിമലയിൽ ശരിക്കും കൊടിമരത്തിന് വിധിയില്ലാത്ത ക്ഷേത്രമാണ്. 2-3 കാരണങ്ങളാൽ ശബരിമലയിൽ കൊടിമരം പാടില്ല. ഒന്ന്, കാവ് സമ്പ്രദായത്തിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ട് ശബരിമലയിൽ കൊടിമരം പാടില്ല. പിന്നെ കൊടിമരം പ്രതിഷ്ഠിക്കുമ്പോൾ അതിനൊപ്പം അഷ്ടദിക്പാലകരെയും ഈ ഭൂതഗണങ്ങളെയും സ്ഥാപിക്കണം. അതിൽ ദേവൻ്റെ ഇടതുവശത്ത് സ്ഥാപിക്കുന്ന സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയുണ്ട്. ഇവർക്കെല്ലാം നിത്യം തൂകാം എന്നുള്ള ബലി തൂകുക എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ, ശീബലി, ശ്രീഭൂതബലി എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. ശീബലി നമ്മൾ ചുരുക്കി പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഇവർ ദേവനെ പോലെ തന്നെ, അതിപ്പം ഇവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനുശേഷം ശബരിമലയിൽ പൂജയില്ലാത്തത് കൊണ്ട് പിന്നെ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സ്ഥലത്തില്ലെങ്കിൽ പോലും ഈ സേനാ വിഭാഗങ്ങളെല്ലാം ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാ മാസം ശമ്പളം കൊടുക്കണം, അവരെല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം, അത് നിർബന്ധമാണ്. ദേവൻ്റെ നട അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഇവർക്കാർക്കും ഇതില്ല. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ അതിനകത്തുണ്ട്. ഈ ശബരിമലയിൽ 5 ദിവസം മാത്രമാണ് ഇവർക്ക് വേണ്ടത് കിട്ടുന്നത്. മാസത്തിൽ 5 ദിവസം പോലും ശബരിമല തൂകുന്നില്ല, ഉത്സവത്തിന് മാത്രമേ തൂകുന്നുള്ളൂ. മാസത്തിൽ 5 ദിവസം ഒന്നും നമ്മൾ ബലി തൂകുന്നത് കാണുന്നില്ലല്ലോ. 18ാം പടിക്ക് മാത്രമേ തൂകുന്നുള്ളൂ. ഇവരിങ്ങനെ പ്രദക്ഷിണം വെച്ച് പോകും. വിശദമായിട്ട് ഭൂതബലി നടത്തണം. ഭൂതബലി നടത്താത്തത് തന്നെ ഒരു ആചാരലോപമാണ്. കാരണം ദേവനെ സംരക്ഷിക്കുന്ന സേനാ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ ബലിക്കല്ലുകളും. ദേവൻ്റെ സേനാനായകനാണ് വലിയ ബലിക്കല്ല്. അത് കവർ ചെയ്ത് കഴിഞ്ഞാലേ വലിയ ബലിക്കല്ലുണ്ടല്ലോ, അവിടെ എല്ലാ ദിവസവും ബലി അർപ്പിച്ചാൽ മാത്രമേ ദേവന് തൃപ്തിയാകത്തുള്ളൂ. അതുകൊണ്ടാണ് ദേവൻ്റെ നിവേദ്യത്തിന് മുമ്പ് ദേവൻ പ്രദക്ഷിണം വെച്ച് മേളത്തോടുകൂടി പോയി ഓരോ സ്ഥലത്തും പോയി ഇവർക്കിതെല്ലാം കൊടുക്കുന്നത്. സത്യത്തിൽ ശബരിമലയിലെ ഏറ്റവും വലിയ ആചാര ലംഘനം ഈ പറയപ്പെടുന്ന 1971 കൊടിമര നിർമ്മാണം. ആചാര ലംഘനം എന്ന് പറയാൻ പറ്റത്തില്ല, അവിടെ ആ കൊടിമരത്തിൻ്റെ ആവശ്യമില്ല. അപ്പം മേജർ ക്ഷേത്രം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുത്താനായിട്ടാണ് ഈ കൊടിമരം ആദ്യം അവിടെ വരുന്നത്. കാരണം അവരുടെ സങ്കല്പം അങ്ങനെയായിരുന്നു, കൊടിമരമുള്ള ക്ഷേത്രമാണ്. അപ്പം അവിടെ ഒരു കൊടിമരം ഉണ്ടാക്കണം എന്നേ ഉള്ളായിരുന്നു. കൊടിമരത്തിൻ്റെ വിധി അനുസരിച്ചല്ല പഴയ കൊടിമരത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഇപ്പം ഞാൻ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വേണമെങ്കിൽ ഒരു അമ്പലം പോലെ ഒരു കൊടിമരം എനിക്ക് ഉണ്ടാക്കി വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തറ കെട്ടി അവിടെ ഒരു തൂണിട്ട്
ഭംഗിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പല മറ്റ് അന്യമത ദേവാലയങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. അവർ ചിട്ടകളൊന്നും പാലിച്ചല്ല, അവർ ഇതിൻ്റെ ഒരു ഡിറ്റോ കോപ്പി എടുക്കും, ഏതെങ്കിലും ഒരു ശില്പിയെ വിളിക്കും, ഇതുപോലെ ഉണ്ടാക്കും. നമ്മൾ കുറ്റം പറയുന്നില്ല, വർഗീയമായിട്ട് പറഞ്ഞതല്ല. ഇപ്പം പള്ളികളുടെ മുമ്പിലും കൊടിമരം കാണാറുണ്ട്. അവരതിലൊരു ഭംഗിയായിട്ടാണ് അവരുടെ ഒരു ആചാരപരം പെരുന്നാളുകൾക്കൊക്കെ അവർ കൊടിയുയർത്തുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിനെ നമ്മുടെ വാസ്തുശാസ്ത്ര പരമായിട്ട് ഉണ്ടാക്കുമ്പം ഇതൊരു കൊടിമരമാക്കി മാറ്റണം. അപ്പോൾ എന്ത് പറ്റി? ഈ കൊടിമരം 1971 ഇത് സ്ഥാപിച്ചത്. അന്നത്തെ കാലത്തെ ഉത്സവത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് വൃശ്ചിക മാസത്തിലായിരുന്നു കൊടിയേറ്റ് ഉത്സവം നടത്തിയിരുന്നത്. എന്താ അതിൻ്റെ കണക്കെന്നറിയത്തില്ല. വൃശ്ചിക മാസത്തിലെ അത്തം നാളിൽ കൊടിയേറുമായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അത്തം നാളിലാണ് 2005 ഈ സീസണിലെ ഉത്സവം മാറ്റിയത്, സീസണിൽ തിരക്ക് വരുന്നത് കൊണ്ട്. എന്നിട്ട് മീനമാസത്തിലെ ഉത്രത്തിന് ആറാട്ട് വരുന്നത് പോലെ അത് അതിന് കൊടിയേറിയ വർഷങ്ങളിൽ മീനമാസത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇടക്കാലം കൊണ്ട് വൃശ്ചികത്തിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നല്ല, ശബരിമലയിൽ ഉണ്ടായിരുന്ന കൊടിമരത്തിന് അന്നത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഭംഗി വരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു സ്പോൺസറെ സമീപിക്കുകയും ഇതിൻ്റെ പഞ്ചവർഗത്തറയിൽ സ്വർണ്ണ പെയിൻ്റ് അടിച്ചു, സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുത്തു. ആ ഫോട്ടോസൊക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്, പഴയതിൻ്റെ ഇപ്പോഴും. പഞ്ചവർഗത്തറ എന്ന് പറഞ്ഞാൽ കരിങ്കല്ലിൻ്റെ തറ, അവിടെ ഗോൾഡൻ പെയിൻ്റ് അടിച്ചു. അന്ന് തന്ത്രി കണ്ഠരര് മഹേശ്വരായിരുന്നു, മരിച്ചു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം വന്നത് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഭംഗി വരുത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ ദേവൻ്റെ വിഗ്രഹത്തെ പെയിൻ്റ് അടിക്കുന്നത് പോലെ തന്നെയാണ് ഈ പഞ്ചവർഗത്തറയിൽ എവിടെയെങ്കിലും പെയിൻ്റ് എന്ന് പറയുന്നത് കെമിക്കലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അശുദ്ധമായി എന്നൊരു വാക്ക് പറഞ്ഞു, തന്ത്രി പറഞ്ഞു അശുദ്ധമായി, ഇത് ശരിയാകത്തില്ല, പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അവർ ഒറ്റരാശി പ്രശ്നം എന്നുള്ളൊരു രീതിയിൽ വെച്ചു. ഒറ്റരാശി പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ദേവപ്രശ്നം വെക്കുന്നത് അഷ്ടമംഗല പ്രശ്നമാണ്. 8 കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് കുറേ വിദഗ്ധരിരുന്ന് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരാൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പം കൊടിമരത്തിന് ക്ഷതമുണ്ട്. ക്ഷതം എന്നുള്ള അശുദ്ധി എന്നുള്ള വാക്കായിരുന്നു വരേണ്ടത്. അതിന് പകരം അവരത് ക്ഷതം എന്നുള്ള വാക്കിലേക്ക് മാറ്റി ആ ക്ഷതത്തിൽ പിടിച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോയിരിക്കുന്നത്. ഈ ദേവപ്രശ്നത്തിൽ ഏത് വർഷമാണ് ഇപ്പം ഇതോ ഈ പെയിന്റ് അടിച്ചത്? ഈ പെയിന്റ് അടിച്ചത് എനിക്ക് കൃത്യം വർഷം ഓർക്കുന്നത് 2014-15 കാലഘട്ടമാണ്. അതായത് കൊടിമരം മാറ്റണം, കൊടിമരത്തിന് ചിതലരിച്ചു എന്ന് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺക്രീറ്റ് കൊടിമരത്തിന് എങ്ങനെ ചിതലരിച്ചു, പ്രയാർ ഗോപാലകൃഷ്ണൻ കൊള്ള നടത്താൻ വേണ്ടി ചെയ്തതല്ലേ എന്നുള്ളതാണ് ആ ചോദ്യം. അപ്പൊ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ചിതലരിച്ചു എന്നുള്ളതല്ല ശരിക്കും. ഇനി അതെങ്ങനെ അവരത് വ്യാഖ്യാനിച്ചെന്ന് എനിക്കറിയത്തില്ല. ക്ഷതം അല്ല, അതിന് അശുദ്ധി വന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ വാക്ക്. ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ സജീവേട്ടൻ്റെ വാക്കുകൾ കടമെടുത്തിട്ട് പിന്നെ തറയിലൊരു പെയിന്റ് അടിച്ചതിനാണോ കൊടിമരം കോടികൾ മുടക്കി മാറ്റിയത് എന്ന ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ആ പഴയ കൊടിമരം അന്നൊക്കെ ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഓർമ്മയില്ല, എങ്കിലും ഞാൻ ചോദിക്കണത് അത് ഈ ചെമ്പായിരുന്നു, സ്വർണ്ണം പൂശിയതായി? അങ്ങനെയല്ല. കൊടിമരം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ശബരിമലയിൽ ഒരു ക്ഷേത്രത്തിലെ കൊടിമരം പലതരത്തിൽ സ്ഥാപിക്കാം. പക്ഷേ ദീർഘകാലം നിലനിൽക്കുമ്പം ജൈവ വസ്തുക്കൾ കൊണ്ട് ആണ് ഇതിൻ്റെ തായ്തടി നിർമ്മിക്കേണ്ടത്. അതായത് തടി കൊണ്ട് നിർമ്മിക്കാൻ പറ്റുള്ളൂ, ക്ഷതം സംഭവിക്കാത്ത വസ്തുക്കൾ കൊണ്ട് വേണം. അങ്ങനെ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തേക്ക് കൊണ്ടാണ്, തേക്കിനെ പ്രോസസ്സ് ചെയ്തെടുക്കും, എണ്ണത്തോണിയിലൊക്കെ ഇട്ട് പ്രോസസ്സ് ചെയ്ത് അങ്ങനെയാണ് കൊടിമരം ഉണ്ടാക്കുന്നത്. ശബരിമലയിൽ അന്ന് ഉണ്ടാക്കിയത് ഒരു കൊടിമരം വേണം എന്നുള്ളതേ ഉള്ളായിരുന്നു എന്നുള്ളത് കൊണ്ടും അന്നത്തെ ഒരു എളുപ്പം മാർഗ്ഗം ഇത്രയും ലോങ് ഡ്യൂറേഷനാണ്. ഈ എണ്ണത്തോണിയിലേക്കിട്ട് 6 മാസമൊക്കെ സമയം പിടിക്കും. കാരണം ആ കൊടിമരത്തിനോടനുബന്ധിച്ച് പ്രാക്കുളം പാസി സാറിൻ്റെ കാലത്ത് അയ്യപ്പ ജ്യോതി പ്രയാണം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപം കൊണ്ട്, ഞാനൊക്കെ ചെറുപ്പത്തിൽ പോയി കണ്ടിട്ടുണ്ട്. ശ്രീകോവിലിൽ നിന്ന് കൊളുത്തിയ ദീപം ഇങ്ങനെ അലങ്കരിച്ച രഥത്തിൽ വെച്ചിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കന്നഡയിലെല്ലാം ഇങ്ങനെ പോയി. അങ്ങനെയാണ് ശബരിമലയെക്കുറിച്ച് വളരെ ഒരു ലോകം പ്രസിദ്ധമാകുന്നത്. അപ്പം ഈ അന്ന് കൊടിമരം ഉണ്ടാക്കുക എന്നുള്ള എളുപ്പമാർഗ്ഗം നോക്കിയിട്ട് അവർ കോൺക്രീറ്റ് കൊണ്ടാണ് ശബരിമല കൊടിമരം ഉണ്ടാക്കിയത്. എനിക്കൊന്ന് ധ്വജം കെട്ടുന്ന കമ്പ് മാത്രം തടിയാണ്. ധ്വജം കെട്ടുന്ന, അതായത് പിന്നെ നമ്മുടെ അതിനകത്ത് ധ്വജം കെട്ടുന്ന ദണ്ട് മാത്രം തടിയാണ്. ഈ പൊളിക്കുന്ന സമയത്തും പുനഃസ്ഥാപിക്കുന്ന സമയത്തും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നും ഇവർക്ക് അറിയില്ലായിരുന്നു എന്താണെന്നുള്ളത്. എൻ്റെ അച്ഛൻ അയ്യപ്പ ഭക്തനായിരുന്നു, അദ്ദേഹം പറഞ്ഞ് എനിക്കിത് കോൺക്രീറ്റ് ആണെന്നുള്ള കാര്യം അറിയായിരുന്നു. പക്ഷെ ഇവരാരും സമ്മതിച്ചില്ല. ആദ്യത്തെ പറ നീക്കം ചെയ്തപ്പോഴാണ് പിന്നെ ഇത് കോൺക്രീറ്റ് ആണെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അത് ചെമ്പ് പറയിൽ സ്വർണം പൂശിയതായിരുന്നു, പൊതിഞ്ഞതല്ല, പൂശിയതായിരുന്നു. ചെമ്പ് പറയും സ്വർണ്ണ പൂശിയ ചെമ്പ് പറകളൊക്കെ എന്താ ചെയ്തത്? അന്നത്തെ രീതി അനുസരിച്ച് ഈ ഇതെല്ലാം പറകളൊക്കെ നീക്കം ചെയ്തിട്ട് മഹസർ എഴുതി അവിടെ നിന്നത് മാറ്റിയിട്ടുണ്ട്. എവിടെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. നമുക്കിപ്പോൾ ചിലപ്പം ആറന്മുളയിലെ സ്ട്രോങ് റൂമിലായിരിക്കും, ചിലപ്പോൾ ശബരിമലയിലെ തന്നെ സ്ട്രോങ് റൂം. ഇത് മഹസർ തയ്യാറാക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുണ്ട്. കൊടിമരം ഇപ്പം നമ്മൾ പറയിടുമല്ലോ ശബരിമലയിൽ, ആ കൊടിമരം നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ ഇടത്ത് വശത്ത് അവിടെ മേശ ഇട്ടിട്ടിരുന്ന് ഓരോ പറകൾ എണ്ണം എടുത്ത് മഹസർ രേഖപ്പെടുത്തി തന്നെയാണ് മാറ്റം ചെയ്തിട്ടുള്ളത്. മഹസർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളൊക്കെ ഇപ്പം ദേവസ്വം ബോർഡിലുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. മഹസർ തയ്യാറാക്കി. പിന്നെ ഈ കോൺക്രീറ്റ് കൊടിമരം ദിവസങ്ങൾ കൊണ്ടാണ് ക്ഷതം സംഭവിച്ചു. അതാണ് ഇപ്പോൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നതിൻ്റെ കാര്യം.
ഈ കോൺക്രീറ്റ് കൊടിമരം ദിവസങ്ങൾ കൊണ്ടാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, കോൺക്രീറ്റ് കട്ടർ കൊണ്ടുവന്നിട്ട് അവിടെ മുഴുവൻ കട്ട് ചെയ്ത് അത്ര സ്ട്രോങ്, ഇപ്പോഴത്തെ പോലെ തട്ടിപ്പ് കോൺക്രീറ്റ് ഒന്നുമല്ല, നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ക്ഷതമൊന്നും വന്നിട്ടില്ലായിരുന്നു കൊടിമരത്തിന്. ഈ അതിന് അശുദ്ധി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ശ്രീകോവിലിനകത്ത് കയറി പെയിൻ്റ് അടിക്കുന്നതെന്ന് പറയുന്ന പോലെയാണ് ഇതിൻ്റെ പഞ്ചവർഗത്തറയിൽ പെയിൻ്റ് അടിച്ച അശുദ്ധി വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിൽ ഒരു കോൺക്രീറ്റ് നിർമ്മിച്ച കൊടിമരത്തിന്റെ ആവശ്യമില്ലല്ലോ. അത് ആചാരപരമായി തടി കൊണ്ട് തന്നെ നിർമ്മിച്ച കൊടിമരം അല്ല. അതെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അവർക്ക് കിട്ടിയ ഉപദേശം അങ്ങനെയായിരുന്നു. കൊടിമരം വേണമെന്ന് പറഞ്ഞപ്പം അന്നത്തെ തന്ത്രിയൊക്കെ എന്താ പറഞ്ഞെന്ന് നമുക്കറിയത്തില്ല. അല്ല, ദേവന് പൂർണ്ണമായ പെർഫെക്ഷനോട് കൂടിയ ഒരു കൊടിമരം അവകാശപ്പെട്ടതാണ്, അത് പിന്നീട് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പം സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം ഈ വിധിയാമണ്ണം, അതായത് ഒരു വൃക്ഷത്തിനെ കണ്ടെത്തി വൃക്ഷപൂജ ചെയ്ത് വൃക്ഷത്തിനെ വേണ്ട രീതിയിൽ തറ തൊടാതെ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് അതെല്ലാം ഇപ്പോഴത്തെ കൊടിമരം വിധിയായ രീതിയിൽ അനന്തനാചാര്യയുടെ നേതൃത്വത്തിൽ ചെയ്തത്. അതെ, ആചാരപരമായിട്ട് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ മുമ്പിലത്തെ കൊടിമരം എന്തിനു മാറ്റി എന്നുള്ളത് ഇപ്പോഴും ഈ ഒരു കാരണത്തിലാണ്. ദേവപ്രശ്നത്തിൽ അതിന് അശുദ്ധി എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, അപ്പം സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ശബരിമലയിലെ ആചാരങ്ങളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത മാധ്യമപ്രവർത്തകർ എപ്പോഴും പറയുന്ന ഒരു സാധനമാണ് കോൺക്രീറ്റിൽ എങ്ങനെ ചെതലിച്ചു, ഈ പറയപ്പെടുന്ന ക്ഷതമില്ലാതിരുന്ന കൊടിമരം എന്തിന് പൊളിച്ചു മാറ്റി, ഈ പറയപ്പെടുന്ന അതിലുണ്ടായിരുന്ന ഈ ചെമ്പ് പറ, സ്വർണം പൂശിയ ചെമ്പ് പറ എങ്ങോട്ടേക്ക് പോയി. അപ്പോൾ അതിനുള്ള കൃത്യമായ ഉത്തരം അങ്ങ് പറയുന്നു. ഒന്ന്, ക്ഷതമായിരുന്നില്ല, അവിടെ പെയിന്റ് ചെയ്തിരുന്നു, കെമിക്കൽ ചെയ്തിരുന്നു, അത് ഒരു ആചാര ലംഘനം. നമുക്ക് തെളിവുണ്ട്. അവിടെ അതിൽ നമുക്ക് പെയിന്റ് അടിച്ചിരിക്കുകയെന്നുള്ളതിന് പെയിന്റ് അടിച്ച ചിത്രങ്ങൾ അവൈലബിൾ ആണ്. ഓക്കെ, ഞാൻ 65 മുതൽ 66 എന്നെ അച്ഛൻ ആദ്യം മലയ്ക്ക് കൊണ്ടുവന്നത്. 66 മുതൽ എല്ലാ വർഷവും പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 1982 മുതൽ വർഷത്തിൽ പല പ്രാവശ്യം പോകും. കാരണം നട തുറന്നൊന്ന് പേപ്പറിൽ കാണുമ്പോൾ നമുക്ക് ടെൻഷനാകും മലയ്ക്ക് പോകാൻ. 95 ശേഷം എല്ലാ മാസവും പോകും. അപ്പം എല്ലാ മാസവും എങ്ങനെ പോകുന്ന ആൾക്കാർ ഇങ്ങനെ സംശയം ചോദിക്കും, അങ്ങനെ പോകാൻ പാടുണ്ടോ? അപ്പോൾ എനിക്കും സംശയമായിരുന്നു. അപ്പം അന്തരിച്ച നീലകണ്ഠ തന്ത്രി, അദ്ദേഹം എൻ്റെ ഒരു വലിയൊരു ആത്മീയ ഗുരുവായിരുന്നു. അതും ഇപ്പോഴത്തെ വിഗ്രഹം പ്രതിഷ്ഠിച്ച വടക്കത്തില്ലം ഈശ്വരൻ നമ്പൂതിരിയുണ്ട് മാവേലിക്കരയിൽ. ഇവർ രണ്ടുപേരുടെയും ചിത്രം ഞാനിപ്പോൾ എൻ്റെ ഓഫീസിൽ വെച്ചിട്ട് എല്ലാ ദിവസവും അതിലും കൂടെ തൊഴുതിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് ചോദിക്കുക, അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ വെച്ച് എനിക്ക് നിഷ്കർഷിച്ച് തന്ന രീതി അനുസരിച്ചാണ് ഞാൻ ഈ 95 മുതൽ, നമുക്കിപ്പോൾ ഭഗവാനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഭഗവാന് നമ്മളെയും കൂടെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതെ, എൻ്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് പോലും ഞാൻ ശ്രീകോവിലിൻ്റെ മുമ്പിൽ നിൽക്കുമായിരുന്നു. ആ സമയം തുലാമാസം 1-ാം തീയതി അതിൻ്റെ ഒരു സുഹൃത്ത് മധുമണിമല എന്ന് പറയുന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം പത്രപ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അകത്ത് കയറി നിന്ന് ആ സമയത്താണ് ഫോൺ ഇങ്ങനെ ബെല്ലടിച്ച് അച്ഛൻ മരിച്ചു എന്നുള്ള വിവരം അറിയുന്നത്. അപ്പം അത്രയും ഒരു അച്ഛനൊരു വൈഭക്തനായിരുന്നു. ഞാൻ മരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണുകൊണ്ട് അയ്യപ്പനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് മരിച്ചു. അങ്ങനെയും അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ഇത്രയും കാലം സാധിച്ചു എന്നുള്ളതാണ്. അല്ലാതെ എൻ്റെ പോയതിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞത് അല്ല. എങ്കിലും അതിനൊരു കൃത്യമായ മറുപടി നമുക്ക് ഇവിടെ നൽകാൻ സാധിക്കുന്നുണ്ട്. ഒന്ന്, കോൺക്രീറ്റ് മതിൽ ചെതലരിച്ചിട്ടല്ല അത് പൊളിച്ചു മാറ്റേണ്ടി വന്നത്. പിന്നീട് സ്ഥാപിക്കപ്പെട്ട കൊടിമരം പൂർണ്ണമായ ആചാരങ്ങളോടുകൂടി വിശ്വാസങ്ങളോടുകൂടി തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 3 എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന തരത്തിൽ എന്തുകൊണ്ട് അന്ന് ദേവപ്രശ്നത്തിൽ ഒറ്റരാശി പ്രശ്നത്തിലാണ് അത് തെളിഞ്ഞത്. ഒറ്റരാശി പ്രശ്നത്തിലാണ് ഇതിന് ആദ്യമായിട്ടൊരു ശരി. അങ്ങനെ രണ്ടാമതൊരു കൊടിമരം അവിടെ സ്ഥാപിക്കുന്നു, ധ്വജപ്രതിഷ്ഠ നടക്കുന്നു, വാജിവാഹനം പുതിയത് നിർമ്മിക്കപ്പെടുന്നു. അവിടെ ഒന്നാമത് പൊളിക്കുമ്പോഴാണ് വാജിവാഹനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാകുന്നത്. വാജിവാഹനം താന്ത്രികപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്, അത് കൈമാറി അത് തന്ത്രിക്ക് വേണമെങ്കിൽ ഉരുക്കി മറ്റൊന്നിന് കൊടുക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ പൂജാമുറിയിൽ അത് സൂക്ഷിച്ചു. ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. രണ്ടാമത് പുതിയ ധ്വജപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന കൊടിയേറ്റുത്സവത്തിൽ ആനയിടുകയാണ്. അതെ, ആ ആന ഇടഞ്ഞതിന് ശേഷം നടത്തിയ ദേവപ്രശ്നത്തിന്റെ വിധിയാണ് നമ്മുടെ കയ്യിലുള്ള പേപ്പറുകളിൽ ഒന്ന്. എന്താണ് അതിനെ വിശദീകരിക്കുമ്പോൾ നമുക്ക്? അപ്പം അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ദേവപ്രശ്ന വിധികളിൽ എല്ലാം നമുക്ക് അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നത് ചില ലോപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ലോപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ലോപം എന്ന് പറഞ്ഞാൽ കുറവ്. അത് മുമ്പ് പറഞ്ഞ പോലെ അഭിഷേകത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ഭഗവാന്റെ മൂലസ്ഥാനമായ മണിമണ്ഡപത്തിനെ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. അവിടെ മൂലസ്ഥാനം അവിടെ, അതായത് അതിന് പരിഗണന ലഭിക്കാതെ നിൽക്കുന്ന രീതി കാണുന്നുണ്ട്. 2016 ദേവപ്രശ്നത്തിൽ പറയുന്നതാണ്. പക്ഷെ അതിനുശേഷവും ഇപ്പോൾ അറസ്റ്റിലായപ്പെട്ട തന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ ഈ തന്ത്രിയെയോ അല്ലെങ്കിൽ ആചാര്യന്മാരെയോ കുറ്റം പറയാൻ നമ്മൾ അർഹരല്ല. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ശബരിമലയിൽ ഒരു മേൽശാന്തിയായി ഒരാൾ വരണമെങ്കിൽ നിയമമുണ്ട്. നമുക്ക് 10 വർഷം നിത്യപൂജയുള്ള 3 നേരം പൂജയുള്ള ക്ഷേത്രത്തിലെ മലയാള ബ്രാഹ്മണനായിരിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഇടവകയിലെ സെമിനാരിയിൽ ഒരു പഠിച്ചതിന് ശേഷം ഇടവക പിന്നെ ഒരു കത്തനാരായിട്ട് ഒരു അച്ഛനായിട്ട് അവിടെ ചാർജ് എടുക്കാൻ പറ്റില്ല. അവർ ഡീറ്റെയിൽ ആയിട്ട് 10-13 വർഷം പഠിക്കും. പക്ഷേ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മൾ വ്യക്തിപരമായിട്ട് കുറ്റം പറയുക അല്ലെങ്കിൽ പോലും ശബരിമല തന്ത്രിയാകണമെങ്കിൽ ഈ പറയുന്ന തടസ്സങ്ങളൊന്നും വരുന്നില്ല. ഒരു കുടുംബത്തിൽ ആൺസന്തതിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ
നേരെ വരാം. അവരിത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് രാജീവ് തന്ത്രി. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പല കാര്യങ്ങളും സംശയം ചോദിക്കുമ്പം എനിക്ക് തന്നെ സംശയം വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചത് അബദ്ധമായി പോയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം കാരണം അവർ ആ പൂജയുടെ കാര്യം മാത്രമാണ് പഠിച്ചിരിക്കുന്നത്. അത് വിട്ടൊരു കാര്യം അവർക്കറിയാം. ശബരിമല എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സിറ്റിയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പം ശബരിമലയെ സംബന്ധമായിട്ട് ഞാനൊരു ബുക്ക് എഴുതാണ്ട് പിന്നെ ഗുരുതി നടത്തുന്ന രതീഷ് കുറുപ്പ് അദ്ദേഹത്തിനൊക്കെ അറിയാം. ഞാൻ ഓരോ പ്രാവശ്യം എഴുതി അത് കത്തിച്ച് കളയും, അല്ലെങ്കിൽ അത് നശിപ്പിച്ച് കളയും. കാരണം നമ്മൾ അടുത്ത ദിവസം അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ശബരിമലയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ശബരിമല ഒരു അത്ഭുതമാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പറ്റുമ്പോഴൊക്കെ പറ്റുന്ന മാസങ്ങൾ, എല്ലാ മാസവും പോകുന്നു എന്നല്ല, പറ്റുന്ന മാസങ്ങളിൽ ശബരിമലയിൽ പോയി തൊഴാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, പറ്റുമെങ്കിൽ പോകാറുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഈ ഒരു മേഖലയിൽ, ഈ സ്പിരിച്വൽ ജേർണലിസം എന്ന് പറയുന്ന ഈ മേഖലയിലേക്ക് വന്ന് അങ്ങ് പറഞ്ഞ രതീഷേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൽ നിന്ന് കേട്ട കഥകൾക്ക് അപ്പുറത്തേക്ക് പിന്നീട് അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ പല എക്സ്പ്ലനേഷൻസ് നേരിട്ട് കേൾക്കാൻ, പ്രേക്ഷകരെ കേൾപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേർ, അനുവനന്ദൻ, അനന്തനാചാര്യയുടെ മകൻ അനുവനന്ദൻ തുടങ്ങി ഒരുപാട് പേർ. പക്ഷേ ഓരോ വട്ടവും കേൾക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ. ഈ ശബരിമലയുടെ സംഭവം ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു റിസർച്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞത്, ശബരിമല മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട്, മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് ഭഗവാൻ പിക്ക് ചെയ്യും ആൾക്കാരെ. ഇപ്പം 1 ലക്ഷം ഒരു വർഷം, ഇപ്പോൾ ഈ വർഷം, കഴിഞ്ഞ വർഷം എത്രയാ 96 ലക്ഷം പേര് വന്നാൽ എത്രയോ 30 ലക്ഷം പേരെങ്ങാണ്ട് വന്നു, എനിക്ക് കണക്കറിയത്തില്ല. എങ്കിലും അയ്യപ്പസ്വാമി സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ വരുന്നത്. കാരണം അവരെല്ലാം ഭഗവാനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നാളെ ഗുരുവായൂർ പോകാം, അല്ലെങ്കിൽ മൂകാംബികയ്ക്ക് പോകാം, ഓരോ പളനിക്ക് പോകാം. പക്ഷേ ശബരിമലയ്ക്ക് പോകണം, എന്നൊക്കെ ഫെസിലിറ്റി ഉണ്ടെങ്കിലും, ഒരു വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഭഗവാന് നമ്മുടെ മുഖം കാണുന്നൊരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അവിടെ ചെന്നിരിക്കും. ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ മല കയറുമ്പോൾ എപ്പോഴും അറിയാമല്ലോ, നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ. പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ശബരിമല ഇരിക്കുന്ന ആ ഒരു സ്ഥലം അയ്യപ്പസ്വാമിയേക്കാൾ പ്രാധാന്യം, അയ്യപ്പസ്വാമി എടുത്ത് ഞാൻ പറയുകയാണ്, അയ്യപ്പസ്വാമി എന്ന് പറയുന്ന വ്യക്തി അവിടെ പോകാനുണ്ടായ കാരണം ആ സന്നിധാനത്തിൻ്റെ പ്രത്യേകതയാണ്. ശബരിമല എന്ന് പറയുന്നത് ഒരു പാറ, ആ ശ്രീകോവിലിരിക്കുന്ന അത്രയും സ്ഥലം, അങ്ങോട്ട് കയറാനായിട്ടുള്ളൊരു എൻട്രിയാണ് 18-ാം പടി. അവിടെ ഇരിക്കുന്ന ഒരു പരമഗുരുവാണ്. ശബരിമലയിൽ ഇരിക്കുന്നത് ഒരു പരമഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ പരമഗുരു എന്ന് പറയുന്നതാണ് ശാസ്ത എന്നുള്ള വാക്കിൻ്റെ തന്നെ അർത്ഥം വൺ ഹു റൂൾസ്, അല്ലെങ്കിൽ വൺ ഹു നമ്മളെ നയിക്കുന്നയാൾ, ഒരു നന്മയിലേക്ക് നയിക്കാൻ പരമപ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടെ കുടികൊള്ളുന്നത്. അങ്ങനെ ആ ശാസ്താവിനെ തേടി പലരും പോയിട്ടുണ്ട്, ഓരോരുത്തരും പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ളതിൽ നമുക്കറിയാവുന്നതിൽ ഏറ്റവും അവസാനം പോയിട്ടുള്ള ആളാണ് അയ്യപ്പസ്വാമി. അയ്യപ്പസ്വാമിയാണ് നമുക്ക് ബാക്കി മാർഗദർശനം തരുന്നത്. അതാണത്.